നമ്മുടെ പ്രേക്ഷകർക്കായി പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സന്ദേശം സാറിൻ്റെതായിട്ട് കൊടുക്കാൻ? ലൈഫ് തന്നെയാണ് എനിക്ക് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ലൈഫ് അബ്സല്യൂട്ടായിട്ട് യു സറണ്ടർ ബിഫോർ ഹിം, ദെൻ ഹി വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ദാറ്റ് ഈസ് വാട്ട് മൈ ലൈഫ് ടോട്ട് മീ. അങ്ങനെ തന്നെ ഞാൻ ഇത്രയും വർഷമായിട്ട് ആസ് എ ഡിവോട്ടി കഴിഞ്ഞ ഒരു 52 വർഷത്തോളം മുമ്പോട്ട് പോകുന്നു. ദാറ്റ് ഈസ് വാട്ട് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. മാഡം കല്യാണം കഴിയുന്നതിന് മുന്നേ സായി ഡിവോട്ടി ആയിരുന്നു അല്ലെങ്കിൽ? എൻ്റെ ഗ്രാൻഡ് പാരൻസ് ഷിർദി സായി ഡിവോട്ടീസ് ആയിരുന്നു. അപ്പോൾ അവിടെ എല്ലാ തേഴ്സ്ഡേയ്സും ഭജനയും ഷിർദി സായി, അങ്ങനെ ഞങ്ങൾക്ക് എൻ്റെ മദറും ഒക്കെ അങ്ങനെ ഷിർദി സായി ഡിവോട്ടി ആയിട്ടാണ് ഞങ്ങൾ വന്നത്. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ സത്യസായി ഡിവോട്ടീസ് ആയിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ചെറുതായിരുന്നപ്പോൾ ഒരു ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ബട്ട് നമ്മൾ അപ്പോഴും തന്നെ ഞങ്ങൾ വീട് മാറിയപ്പോൾ തന്നെ സ്വാമിയുടെ ഒരു ഫോട്ടോ തന്നാണ് ഞങ്ങൾ താമസം തുടങ്ങിയത്. അപ്പോൾ മനസ്സിലുണ്ടെങ്കിലും റെഗുലറായിട്ട് പോകാൻ പറ്റാറില്ലായിരുന്നു. പിന്നെ കുട്ടികൾ ഒരിത്തിരി ആയതിനു ശേഷം റെഗുലറായിട്ട് ഇപ്പം എനിക്ക് മൺഡേസ് ആൻഡ് തേഴ്സ്ഡേയ്സ് എനിക്ക് ഭജനയ്ക്ക് പോയില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 1 വീക്കിലെ റീചാർജ് കിട്ടാനുള്ളൊരു അത് മുടങ്ങാറില്ല. ഇപ്പോൾ കഴിഞ്ഞൊരു 10-12 വർഷമായിട്ട് ഞങ്ങൾ റെഗുലറായിട്ട് സ്വാമിയുടെ 86th ബർത്ത്ഡേ തൊട്ട് ഞങ്ങൾ എല്ലാ വർഷവും 86 ഭജൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. 87, 89 ഇനിയിപ്പോൾ ഇവിടെ മറ്റന്നാ സ്വാമിയുടെ 99th ബർത്ത്ഡേ എടുത്തത് 99. എല്ലാ പ്രാവശ്യവും സ്വാമി അത് ഭംഗിയായിട്ട് നടത്തി തരാറുണ്ട്. അതിനൊക്കെ ഉള്ളൊരു ഇത് നമുക്ക് ഇതുമായിട്ട് മുമ്പോട്ട് പോകാന്നുള്ളത് തന്നെയാണ് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സ്റ്റാഫ് ഒരു പയ്യൻ, ഇപ്പോൾ കണ്ട ഒരു പയ്യനാണ്, ഈസ് എ പെന്തക്കോസ്താണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ പുള്ളി നമ്മുടെ കയ്യിൽ നിന്ന് വന്നതിന് ശേഷമാണ് സ്വാമിയെ കുറിച്ച് കേട്ടതും ഇതൊക്കെ. ബട്ട് ഒരിക്കൽ ഞങ്ങളോട് ഡ്രൈവ് ചെയ്ത് പുട്ടവർത്തിയിൽ വന്നായിരുന്നു. അപ്പോൾ ഇതുപോലെ അവർക്ക് അറിയാമല്ലോ പെന്തക്കോസ്ത് അവർക്ക് കുറേ ഇതുണ്ടല്ലോ. അപ്പോൾ ആ പുള്ളി ഞങ്ങളോട് വന്ന് ഇതുപോലെ ഒരു മരത്തിൻ്റെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത സമയത്ത് സ്വാമി ഇങ്ങനെ പാസ് ചെയ്ത് അവിടെ നിന്ന് അവനെ നോക്കി. ശരിക്കും നല്ല കുറേ നേരം നോക്കി. ശരിക്കും അത് അവന് ഭയങ്കര ഒരു ഇതായിരുന്നു ശരിക്കും. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവനൊരു മോതിരമൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു നീ ചെയ്യരുതത് എന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ പറയും എന്നാലും പെന്തക്കോസ്തുകാരൻ നമ്മുടെ കൂടെ വന്നിട്ട് ഇത് ചെയ്യുന്നത്. പറഞ്ഞില്ല എനിക്ക് എന്തോ ഒരു ഇതുണ്ട് മാഡം. എന്നിട്ട് ഞാൻ വിചാരിച്ചു അവൻ്റെ വീട്ടിൽ ഫസ്റ്റ് ഞാൻ ഒരു സ്വാമിയുടെ പാദം കൊടുത്തിരുന്നു. ശരിക്കും ഒരു ദിവസം തുറന്നപ്പോൾ അതിനകത്ത് വിഭൂതി ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു ഹി വാസ് ടോട്ടലി. ഇപ്പം ഞാൻ പറയാം ഞാൻ 85 തൊട്ട് ഭജന നടത്തുന്നത് കംപ്ലീറ്റ് പുള്ളിയാണ് ചെയ്യുന്നത്. ശരിക്കും ഞാൻ വെച്ചാൽ ഞാൻ ഡേറ്റ് മാത്രം പറഞ്ഞാൽ മതി, ഇന്ന ദിവസം ഇവിടെ ഭജന ഉണ്ടെന്ന് പറഞ്ഞാൽ ഹി വിൽ ഡു ദ റെസ്റ്റ്. ശരിക്കും ഓൾ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം അറിയാം, എങ്ങനെ വെക്കണം എല്ലാം ഭംഗിയാക്കി അത് സെറ്റ് ചെയ്ത് തരുന്നതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കും അവന് ഭയങ്കര ഒരു ഗ്രേസ് സ്വാമിയുടെ, നല്ലോണം സ്വാമിയുടെ ഒരു ഇതുള്ളതാണ്. ഞാൻ അപ്പോൾ വിചാരിച്ചു അവരുടെ ഇതിനകത്ത് വിഭൂതി വന്നപ്പോൾ ഒരു ദിവസം ഓടിക്കൊണ്ടുവന്ന് മഞ്ജുവേടാ എനിക്ക് സ്വാമിയുടെ ഈ പാദത്തിൽ ചെയ്തു. അപ്പോൾ അവൻ നിനക്കുള്ള ബ്ലെസ്സിങ് ആണ്. എല്ലാ കാര്യവും സ്വാമിക്ക് അറിയാത്ത ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. സെയിം ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കഴിഞ്ഞ ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ ഇതുപോലെ അന്ന് നമുക്ക് നവംബർ ആകുമ്പോൾ അറിയാമല്ലോ എല്ലാ സമിതികളിലും പ്രോഗ്രാമാണ്. ഞങ്ങളുടെ ഭജൻ ഇതുപോലെ ഒക്ടോബർ ലാസ്റ്റ് എപ്പോഴും വയ്ക്കാറുണ്ട്. ഇവിടുത്തെ ഭജനയും കഴിഞ്ഞ് എല്ലായിടത്തും നമ്മൾ ഓടിയെത്തി എല്ലാ സമിതിയിലും കുറച്ച് നേരമെങ്കിലും പോകുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3-4 ദിവസം ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ സ്വാമിയുടെ ഫോട്ടോയിൽ അവൻ ആ പടം ഇങ്ങനെ തുടച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് റോബിൻ്റെ അവിടെ കുറച്ച് ഉള്ളിൽ ഫോട്ടോ ഫ്രെയിമിനകത്ത് ഇച്ചിരി വിഭൂതി ഇങ്ങനെ. അപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് മഞ്ജുടം സ്വാമിയുടെ ഫോട്ടോയിൽ വിഭൂതി. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു നമുക്ക് ഇതൊന്നും വെട്ടണമല്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഈ വന്ന് നോക്കി നമ്മൾ പുറത്തു നിന്നൊക്കെ തുടച്ചപ്പോൾ അല്ല, വിഭൂതിയാണ് അകത്ത് കുറച്ചിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ ഹി വാസ് ദ വൺ കണ്ടതും ശരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് പുറത്ത് പറയാനും പേടി, ഇതൊക്കെ ആണോ ഇതൊക്കെ. എങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ അടുപ്പുള്ള കുറച്ച് പേരെടുത്ത് മാത്രം പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എൻ്റെ ഭജന നന്നായിട്ട് നടത്താൻ പറ്റിയതിന് സ്വാമി റെക്കഗ്നൈസ് ചെയ്തായിരിക്കും ശരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എൻ്റെ ഒരു സിൽവർ ഗ്ലാസ് മിസ്സിങ്. അപ്പോൾ ഈ പുള്ളി ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ആ സാധനം കാണുന്നില്ല, ഒന്ന് നോക്കണം തപ്പണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിക്കാരൻ പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയായിരുന്നു, എവിടെയോ പുറത്ത് പോകാൻ. കറക്റ്റ് ഒരു 1 വീക്ക് പുറത്തേക്ക് പോകാനായിട്ട് അന്ന് എന്തോ ഒരു കാര്യത്തിന് പുറത്തേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ ഇതൊന്ന് തപ്പി ഇത് നമുക്ക് തെഞ്ഞിട്ട് പോവാം. അവൻ അത് തപ്പാൻ പൂജാമുറിക്കകത്ത് കയറി ഈ ഫോട്ടോയുടെ അടിയിൽ ഒരു ഡ്രോ ഉണ്ട്, ആ ഷെൽഫിൻ്റെ അടിയിൽ ഇങ്ങനെ ഡ്രോ തുറന്നിങ്ങനെ അത് എടുത്തുകൊണ്ടിരുന്നതും പട്ടേന്നൊരു ഒച്ച ഞാൻ കേട്ട അടുക്കളയിൽ നിന്ന് ഭയങ്കര ഒരു സൗണ്ട് കേട്ട് ഞാൻ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ വലിയൊരു ഫോട്ടോ ലൈഫ് സൈസ് ഫോട്ടോ ആണ് പൂജാമുറിക്കകത്ത്. ആ ഫോട്ടോ ഇങ്ങനെ വന്ന് അവൻ്റെ തലയിൽ വന്ന് പൊട്ടിങ്ങനെ ചിന്നി ചെതറി ഫുള്ള് പൂജാമുറി ഫുൾ എന്നുവെച്ചാൽ അതിൻ്റെ ഭയങ്കര ഷാർപ്പ് ഇതും. അപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. ഞാൻ പെട്ടെന്ന് അയ്യോ എൻ്റെ ഓവർ എക്സൈറ്റ്മെൻ്റ് ആണോ എന്താ ഇത് കാര്യം ഇങ്ങനെ പെട്ടെന്ന് മനസ്സിൽ ഭയങ്കര പേടി തോന്നി. അപ്പോൾ പിന്നെ ഇങ്ങനെ ആ ഫോട്ടോ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ടിരുമ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെയാണ് ആ ഫോട്ടോ വീണത് ശരി. അപ്പോൾ പെട്ടെന്ന് ഫോട്ടോ തിരിച്ചങ്ങനെ വെച്ചിട്ട് ഞാൻ വേഗം പുള്ളിയെ നോക്കി എന്തെങ്കിലും പറ്റുമോ പറഞ്ഞു ഒന്നും പറ്റിയില്ല. അത് കണ്ടാൽ പക്ഷേ തലയൊക്കെ വെട്ടി പൊളഞ്ഞു പോകേണ്ട ഒരു ഇതിലാണ് വന്ന് വീണത്. പക്ഷെ ഒന്നുമില്ല, ഒരു ചെറിയൊരു ഒരു
ഒറ്റൊരു പൊട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് ചോര ഇത്തിരി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇനി പോണ്ട, അവനെവിടെ പുറത്ത് പോകാൻ നിന്നായിരുന്നു ശരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു പോണ്ട എന്ന് പറഞ്ഞു, അന്ന് പോയില്ല ഞാൻ. പക്ഷെ ആലോചിച്ചിട്ട് അത് എന്തോ പുള്ളിക്ക് വരാനുണ്ടായിരുന്നു, എന്തോ ഒരു സാധനം സ്വാമി തട്ടി മാറ്റിയത്. നത്തിങ് എൽസ് അങ്ങനെ. ആ ഫോട്ടോ ഞങ്ങൾ അപ്പം തന്നെ കൊണ്ടുപോയി അത് വേഗം എല്ലാം തിരിച്ച് ഇത് ചെയ്തു. പക്ഷെ ആ ഫോട്ടോ വീണ് ഇത് പോയപ്പോൾ ഞാൻ പറഞ്ഞു നിനക്കുള്ള പ്രൊട്ടക്ഷൻ. എന്താ വെച്ചാൽ ഞാനിത് രണ്ടുപേരോട് പറഞ്ഞപ്പോഴും മേ ബി സ്വാമി ഹാസ് പ്രൊട്ടക്റ്റഡ് ഹിം. എന്താ വെച്ചാൽ അത്രയ്ക്ക് അവൻ എല്ലാം സിൻസിയറായിട്ട് ചെയ്തു. ആ സമയത്ത് അവൻ പോകണ്ടെന്നായിരുന്നിരിക്കും, പുറത്തേക്ക് പോകണ്ടെന്നായിരിക്കും ആ ഒരു ഇൻഡിക്കേഷൻ വന്നതെന്ന് എനിക്ക് പിന്നെ തോന്നി ശരിക്കും. അങ്ങനെ ഒരു ഇതും കൂടെ. പക്ഷെ നമുക്കത് കാണുമ്പോൾ ഒരു ഭയങ്കര ഷോക്കായിരുന്നു. എന്നാലും അതല്ലാതെ വേറൊരു റീസണും ഇല്ലായിരുന്നു അന്ന് അത് പറ്റാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഓവർ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, എല്ലാം ഭയങ്കര ടെൻഷനായിരുന്നു അന്ന്. ബട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ തന്നെയായിരുന്നു സ്വാമി തന്നത്. അത് ആ സമയത്ത് പോണ്ടെന്നുള്ളതായിരിക്കും. ആ ഭയങ്കര ശബ്ദമായിരുന്നു അത് അങ്ങനെ ഇതായപ്പോഴേ. ഭഗവാന്റെ പ്രൊട്ടക്ഷൻ എപ്പോഴും ലൈഫിൽ എപ്പോഴും ഫീൽ ചെയ്യാം. 100%. അത് ഞാൻ എപ്പോഴും മക്കളോടും പറയും, ആ ഒരു ഇത് നമുക്കുണ്ട്. അപ്പൊ അത് എന്ന് മനസ്സിലുണ്ടാവണം ആ ഒരു ഇത്. കുട്ടികളുടെ കാര്യമാണെങ്കിലും അവരുടെ നമ്മൾ നേരത്തെ മഞ്ജു പറഞ്ഞ പോലെ ഒരു ഈ ടോപ്പ് 1 ടോപ്പ് 2 ഒന്നും അല്ല. ബട്ട് അഗെയിൻ അവർ എബോവ് ആവറേജ് കുട്ടികളാണ്. അത്യാവശ്യം നല്ല ഭേദപ്പെട്ട സ്കൂളുകളിലൊക്കെ പഠിച്ചു. പക്ഷേ അഗെയിൻ അവരുടെ ലൈഫൊക്കെ, എൻ്റെ മകൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ റൈറ്റ് ടൈമിൽ കുട്ടികളുടെ കാര്യത്തിലൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇൻഡ്യൂഷൻ കിട്ടുക എന്നുള്ളത്. എൻ്റെ മകൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മകൻ സത്യത്തിൽ എൻറോൾ ചെയ്തപ്പോൾ ഞാൻ ഹാർഡ് വർക്ക് വേയിൽ വന്ന ആളാണ്. ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊക്കെ വന്ന ആളാണ്. അപ്പോൾ അതിനൊക്കെ ഞാൻ ആയിട്ടൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഐ വുഡ് ഹാവ് അഡ്വൈസ് ഹിം ടു ഡു ദ സെയിം തിങ്. അപ്പോൾ ഇവൻ ഡിഗ്രിയൊക്കെ പാസ്സായി വന്നതിന് ശേഷം പ്രാക്ടീസ് തുടങ്ങാൻ നേരം ഒരു തീരുമാനമെടുത്ത് എൻ്റെ പഴയ ഓഫീസ് എൻ്റെ ജൂനിയറിൻ്റെ കൂടെയാണ്. അപ്പോൾ ആ ജൂനിയറിൻ്റെ അവിടെ പോയി പ്രാക്ടീസ് തുടങ്ങാനൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ആദ്യം കുറച്ച് നാൾ വല്ല ഡൽഹിയിൽ അങ്ങനെ പോയി നിന്നാലും. അപ്പോൾ എനിക്ക് തോന്നുന്നു കറക്റ്റ് ആദ്യം ഈ നമ്മൾ താഴെയും തുടങ്ങുന്നതിനേക്കാൾ മുകളിൽ പോയി ഇന്ത്യയിൽ പ്രൊഫഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ടോപ്പ് കോർട്ടിൽ പോയിട്ട് ഒരു 6 മാസം 1 വർഷം ചുമ്മാ അവിടെ നിന്ന് വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് മനസ്സിലാക്കിയിട്ട് തുടങ്ങുമ്പോൾ കുറച്ചും കൂടി ഒരു ബ്രോഡർ ആസ്പെക്റ്റ്, ഒരു എല്ലാ കാര്യങ്ങൾക്കും ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവിൽ കാണാൻ കഴിയും. ഞാൻ ഈ ഒരു കാര്യം ഡൽഹിയിൽ പോയിട്ട് 1 മാസം 1-2 മാസം നിന്നിട്ട് തുടങ്ങും, ദെൻ വീൽ സ്റ്റാർട്ട് ദിസ്. ചുമ്മാ ഒരു പഠിത്തം കഴിഞ്ഞ് 3 വർഷം ഡൽഹിയിൽ പോയിട്ട് സുപ്രീം കോടതിയിൽ എല്ലാ കോടതിയിലൊക്കെ ഒന്ന് പോയിട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ എന്ന് മനസ്സിലാക്കിയിട്ട് യു ക്യാൻ സ്റ്റാർട്ട് എന്ന്. അങ്ങനെ അപ്പം തന്നെ ഈ സെറ്റ് അപ്പം പറഞ്ഞ് എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനൊരു ഷോർട്ട് സ്റ്റിങ്ങിൽ സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സനന്ദ് രാമകൃഷ്ണൻ എന്നുള്ള അവരുണ്ട്. അപ്പോൾ സനന്ദിൻ്റെ വൈഫൊക്കെ സ്വാമിയുടെ വളരെ ക്ലോസ്. ഞങ്ങൾ അങ്ങനെയാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഡൽഹി സമിതിയിൽ ഭജനയ്ക്ക് പോകുന്ന സനന്ദിൻ്റെ കെയർ ഓഫിലാണ്. അപ്പോൾ സനന്ദിനെ വിളിച്ചപ്പോൾ സനന്ദ് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, സാറേ ഇത് ഡൽഹിയിൽ വരുന്നതിനേക്കാളും നല്ലത്. അപ്പോൾ അന്ന് ഞാനവിടെ ഡൽഹിയിൽ പോകുന്ന സമയത്ത് ഒരു മദ്രാസ് ലോയർ, അദ്ദേഹമായിട്ടും സനന്ദിൻ്റെ ഒരു കണക്ഷനുണ്ട്, എൻ വെങ്കട്ടരാമൻ, മദ്രാസ് ലോയർ, ഒരു ടാക്സ് ലോയർ ഉണ്ട്. അയാളാണ് ദ റൈറ്റ് പേഴ്സൺ ഫോർ അഖിൽ ടു സ്റ്റാർട്ട്. അയാൾ കൂടെ വിട്ടാലോ? അപ്പോൾ എനിക്ക് പെട്ടെന്ന് കറക്റ്റ്, അതാണ് ഭയങ്കര, ബിക്കോസ് ഒരു ഡിഫറെൻറ്റ് സബ്ജക്റ്റാണ്, അയാളൊരു ഡിഫറെൻറ്റ് സബ്ജക്റ്റാണ്, അതൊരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉള്ള സബ്ജക്റ്റാണ്. അയാളോട് വിടാം. ഉടനെ സനന്ദ് വിളിക്കുന്നു, സനന്ദ് അയാളോട് സംസാരിക്കുന്നു, അയാൾ എഗ്രി ചെയ്യുന്നു. മദ്രാസിലെ ഓഫീസിൽ പോകാൻ വരുന്നു. അങ്ങനെ ഇവൻ ഒരു 3 വർഷം മദ്രാസിൽ പോയി. ആ സത്യത്തിൽ 3 വർഷം മദ്രാസിൽ പോയി നിന്ന് ആ സമയത്ത് ആ ഒരു ഓപ്പണിങ് കിട്ടിയതുകൊണ്ടാണ് അവൻ സത്യത്തിൽ പെട്ടെന്ന് ഈ പ്രൊഫഷനിലേക്ക് വന്നപ്പോൾ ഒരു ജമ്പ് പോലെ ഒരു ഹയർ പേസിലേക്ക് വെച്ച് തുടങ്ങാനായിട്ട് കഴിഞ്ഞു. അത് ഭയങ്കര, എല്ലാം സ്വാമി ഡിസൈൻ ചെയ്യുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. മോളുടെ അഡ്മിഷൻ തന്നെയാണെങ്കിൽ സത്യത്തിൽ അവൾക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ഞാനാണ് അവളെ ഡോക്ടർ ആവണമെന്ന് പറഞ്ഞിട്ട് വെറുതെ ആവശ്യമില്ലാതെ പറയും. ഇപ്പം എനിക്ക് തോന്നുന്നു വേണ്ടായിരുന്നു എന്ന്. അപ്പോൾ അവൾ പോയി തുടങ്ങുകയും ചെയ്തു. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് ഇത്രയും വലിയൊരു കോമ്പറ്റീഷനും മറ്റുള്ള കാര്യങ്ങൾ, ഈ MBBS അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു നിയർ ടു ഇമ്പോസിബിലിറ്റി ആണെന്നുള്ള കാര്യം മനസ്സിലായത് അവൾ പോയി പഠിച്ചു തുടങ്ങിയപ്പോഴാണ്. എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം. എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയപ്പോൾ റാങ്ക് കേരളത്തിലൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നാളത്തെ എക്സാംസിൻ്റെ റിസൾട്ട് നോക്കിയപ്പോഴത്തേക്ക് കേരളത്തിൽ ഒരിക്കലും ഗവൺമെൻറ് കോളേജ് കിട്ടില്ല, കേരളത്തിൽ ഒരിടത്തും പ്രൈവറ്റ് കോളേജ് കിട്ടത്തില്ല, പിന്നെ പുറത്ത് ശ്രമിക്കണം. അപ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നി അവളുടെ കരിയർ ഞാൻ നശിപ്പിച്ചു എന്ന് തോന്നി. ബിക്കോസ് MBBSന് വേണ്ടി പഠിച്ചിട്ട് MBBS അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ മെറിറ്റിൽ മാത്രമേ കിട്ടുള്ളൂ, നമുക്ക് ക്യാപിറ്റേഷൻ കൊടുക്കാനും പറ്റില്ല. അപ്പോൾ then she had to stop. പിന്നെ ഡിഗ്രിക്ക് പഠിക്കണം, വേറെ സബ്ജക്റ്റിലേക്ക് ഡൈവേർട്ട് ചെയ്യണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നീറ്റൊക്കെ വരുന്നതിന് മുമ്പ് ഒരുപാട് അപ്പോൾ ഒരു കോമറ്റ് കെ എന്ന് പറഞ്ഞ ഒരു എക്സാം ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ പോയി എഴുതാൻ. അപ്പം ഒരു പ്രതീക്ഷയില്ലാതെ പോകുന്നത്.
അപ്പോൾ കോമറ്റ് കെ എഴുതി, കോമറ്റ് കെയുടെ റാങ്ക് കിട്ടി. നോക്കിയപ്പോൾ നമുക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മൈസൂർ JSS കോളേജിൽ നിന്ന് ഒരു ഇതുണ്ട്. അപ്പോൾ ആ JSS കോളേജിൽ നിന്ന് ഒരു ഇൻറ്റിമേഷൻ കിട്ടിയ ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു. അപ്പോൾ അവളുടെ റാങ്ക് 420 425 മറ്റോ ആണ്. അപ്പോൾ അവിടെ 50-60 സീറ്റേ ഉള്ളൂ. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഡിസ്ട്രിക്ട് ജഡ്ജ് ഉണ്ടായിരുന്നു കർണാടകത്തിൽ. അപ്പോൾ അവന് അവിടെ ഒരു കോൺടാക്റ്റ് ഉണ്ട്. അപ്പം ഞാൻ എന്തെങ്കിലും പോസിബിലിറ്റി കൊണ്ട് അഡ്മിഷൻ കിട്ടാൻ ഇതുകൊണ്ട് ഞാൻ അപ്പോൾ ദെൻ ഐ വാണ്ടഡ് ഡിസൈഡ്. അപ്പോൾ ഐ ജസ്റ്റ് ബിക്കെയിം ജഡ്ജ്. അപ്പോൾ അതിനുവേണ്ടി മൈസൂർ രാവിലെ പോകണം. അപ്പം 450 സീറ്റ് 450 റാങ്ക് വേണ്ട ഒരു കാര്യമില്ല. ഫസ്റ്റ് ഡേയിൽ ഇൻ്റർവ്യൂലാണ്. അപ്പം അതും ഒരു സുരേഷാണ്. സുരേഷ് എന്ന് പറഞ്ഞ ആളെ വിളിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ചാൻസ് ഇല്ല, ബിക്കോസ് 450 പേര് ആണ്. അതെന്തോ ചാൻസ് ഇല്ല ബിക്കോസ് നമ്പർ ഓഫ് സീറ്റ്സ്. അപ്പോൾ ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ് അന്ന് ഇതുപോലെ വേറെ 2-3 എൻട്രൻസ് അന്ന് ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻ, നോട്ട് നീറ്റ് കോമൺ സിംഗിൾ എൻട്രൻസ് എക്സാമിനേഷൻ അല്ല, അന്ന് വേറെ കുറേയധികം എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സത്യത്തിൽ ഈ 450 പേരിൽ ഒരു ഭൂരിഭാഗം ആൾക്കാരൊന്നും വന്നില്ല. സോ ഷീ ഗോട്ട് അഡ്മിഷൻ. അതെല്ലാം നമ്മൾ ലൈഫിലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ PG ENT അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് PG ആയപ്പോൾ തന്നെ ഐ ഡിസൈഡഡ് PG അഗൈൻ PG അവള് സത്യത്തിൽ അവളുടെ കല്യാണം കഴിഞ്ഞ് അവളുടെ ഇന്റേൺഷിപ്പ് MBBS ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് തീരാറായപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് PG എൻട്രൻസ് ആയി. അപ്പോൾ അവൾ അപ്പോഴേ പറയുന്നത് ചെയ്ത് 1 വർഷം വെയിറ്റ് ചെയ്ത് പഠിച്ചെങ്കിലും പറ്റും, അല്ലാതെ കിട്ടത്തില്ല. അപ്പം ഞങ്ങൾ പറയും നീ പഠിക്കുക, കിട്ടുന്ന റാങ്ക്. അപ്പോൾ നോക്കിയപ്പോൾ അവർ 35,000 മറ്റോ റാങ്ക് കിട്ടില്ല. അപ്പോൾ തന്നെ പിന്നെ നമ്മൾ റിസർച്ചൊക്കെ നടത്തിയപ്പോഴത്തേക്ക് 35,000 വേണമെങ്കിൽ കിട്ടാം, പ്രൊവൈഡഡ് നമ്മളൊരു കറക്റ്റായിട്ട് നമ്മുടെ ഒരു ചോയ്സ് സെലക്ട് ചെയ്യുന്ന കണക്ക് ഇരിക്കും. ഏത് കോളേജ് ഏത് സബ്ജക്റ്റ് എന്ന് സെലക്ട് ചെയ്യുന്ന കണക്ക് ഇരിക്കും എന്ന് തീരുമാനിച്ച് ഞങ്ങൾ കുറേ റിസർച്ചൊക്കെ നടത്തി. അപ്പം അവൾ പറഞ്ഞു നമുക്ക് ENTക്ക് പോകാം. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച്, അപ്പോൾ ഐ തോട്ട് ചില സ്ഥലങ്ങൾ കുറച്ച് ഫീസ് കൂടുതലുള്ള സ്ഥലങ്ങൾ ഓപ്റ്റ് ചെയ്യാനൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു. സോ ദാറ്റ് അവിടെ ആളുകളുടെ ഓപ്ഷൻസ് കുറവായിരിക്കും. അങ്ങനെ ഓപ്റ്റ് ചെയ്ത് അവളിപ്പോൾ പോയ സ്ഥലത്ത് അവളുടെ ഫസ്റ്റ് ചാൻസിൽ 36,000 റാങ്കിൽ ഫസ്റ്റ് പേഴ്സൺ ഓൾ ഇന്ത്യ മെറിറ്റിൽ കിട്ടി. അപ്പോൾ ദെൻ ഈ ലൈഫിൽ നമുക്ക് ഇതിനൊന്നും ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. സ്വാമിയല്ല വേറെ എക്സ്പ്ലനേഷൻ ഇല്ല. ആസ് സിമ്പിൾ ആസ് ദാറ്റ്.